വയ്യപ്പാ, എനിക്ക് വയ്യ. അത്ര കാലം ഞാൻ അപ്പം പറഞ്ഞ പോലെ ജീവിച്ചു. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലേ. മറ്റുള്ളവർ കളിയാക്കലും പരിഹാസവും നിർത്തിയപ്പാ. വയ്യ. ഞാൻ അപ്പനോട് എല്ലാ കാര്യവും പറയാറുണ്ടല്ലോ. ദേ, ഞാന് ഇക്കാര്യം കൂടെ അപ്പനോട് പറയേ. വിഷമുണ്ട് മോൻ, ഭാര്യ. വയ്യപ്പ, ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ അപ്പനടുത്തേക്ക് വരിക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആരാ നിങ്ങൾ? ആരാ? മരിക്കാൻ ഈ പള്ളി സെമിത്തേരിയെ കണ്ടുള്ളൂ. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, മരിക്കാനുള്ള ഈ ധൈര്യം പോരെ തനിക്ക് ജീവിക്കാം? ഏ താൻ എന്തായാലും തന്റെ പ്രശ്നങ്ങൾ പറ, കേക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. കുഴപ്പമില്ല, താൻ ചെറുതാക്കിട്ടൊന്ന് പറ. അച്ഛാ, അച്ഛാ. എന്തേ, നിങ്ങൾ പഠിക്കണമെന്നില്ല അവിടെ? ആ, പഠിക്കാനുണ്ട്. അച്ഛന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ പോട്ടെ? അതൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. പഠിക്കാൻ നോക്ക് പോയിട്ടേ. മാഷേ, മാഷേ. എന്തേ? ഞാനും എന്റെ ക്ലാസ് മാഷാണ്. നമ്മുടെ സ്കൂളില് ഒരു നാടകം നടക്കുന്നുണ്ട്. അതിലേക്ക് ഇവൻ സെലക്ട് ആയിട്ടുണ്ട്. നല്ല പോലെ അഭിനയിക്കും. നല്ല ഒരു കഴിവുള്ള കുട്ടിയാണ്. ഇവൻ എങ്ങനെ പോവാണെങ്കിലേ നമ്മുടെ നാടിനെ ഭാവിയിൽ നല്ലൊരു കലാകാരന് കിട്ടും. അവൻ അച്ഛനാരാ? അവൻ അച്ഛനാരാന്ന്? അത് മാഷല്ലേ? ആണല്ലോ. അടുത്ത് ഓർത്ത് എടുക്ക്. ഇവിടെ വന്നേ. ഇവിടെ ഇരിക്കെ. അവ പഠിക്കുക. അവനിപ്പോ പഠിത്തം മാത്രം ശ്രദ്ധയുള്ളോ? അല്ലടാ, കേട്ടില്ലേ? എന്നാ പിന്നെ വാശി വിട്ടോ.
എന്താ എനിക്ക് ഓഫീസൊന്നുമില്ലേ? പുതിയൊരു പടത്തിൽ അഭിനയിക്കാൻ നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ടീമുമാണ്. ഞാൻ എന്താ വേണ്ടേ? ഒരു മാസത്തെ ഷൂട്ട് ഉണ്ടെന്ന് അവര് പറഞ്ഞേ. അത്യാവശ്യം നല്ല റോളാണ്, നല്ല ഡയറക്ടറാണ്, വലിയ ടീമാണ് അവര്. കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു ചാൻസ് ആണ്. ഒരു മാസം ആയതുകൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പനൊന്നും പറഞ്ഞില്ലേ? ഇതുവരെ അപ്പൻ എന്നോട് പറഞ്ഞു പഠിപ്പ് കഴിയട്ടെ, പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടട്ടെ. ഇപ്പൊ ജോലിയും കിട്ടി, നല്ല ശമ്പളവും ഉണ്ട്. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ നോക്കണമുണ്ട്. ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടില്ല അപ്പൊ. ഇനിയെങ്കിലും ഞാൻ നിനക്കിപ്പോ ജോലിയും കാര്യങ്ങളൊക്കെ ആയി, അത്യാവശ്യം ശമ്പളവും ഉണ്ട്, കുടുംബം നന്നായി തന്നെ നോക്കുന്നു. അതൊന്നും പോരല്ലോ. നമ്മുടെ തെക്കേലെ ജോസാനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ മറ്റന്നേറ്റൊരു കൂട്ടരെ കാണാൻ പോവാം. ഒത്തു കിട്ടിയ നമുക്കുണ്ടാ കല്യാണം ഉറപ്പിക്കണം. അപ്പൊ എന്തേ ഞാൻ പറഞ്ഞാല് നിനക്കല്ല ബുദ്ധിമുട്ടുണ്ടാ? നിർത്തണ അരപ്പാളി. നിങ്ങൾക്ക് ശബ്ദം തോന്നിയാൽ എന്റെ രോമത്തിൽ കൊന്നിട്ടില്ല. നന്ദഗോപാലന്മാരൊക്കെ വലയിടാൻ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരുപാട് കളപ്പന്മാർ നോക്കിയതാ. നാസിക്കില് റിസർവ് ബാങ്ക് നോട്ടിന് പ്രസിഡന്റല്ലോ ചമ്മട്ടം. അത് വെച്ച് ദുർഭരണം നടത്തിയാലും മാരാര തട്ട് താണിരിക്കൂ. വേട്ടയുണ്ടപ്പോ സൂപ്പർ താനോ വേട്ട ഡയലോഗ്. ഓ സൂപ്പർ ആയിണ്ടപ്പാ. നോക്കിയേ അപ്പൊ എനിക്ക് എന്താ സിനിമയിലാണ് പറ്റിയ. ഒരുപാടായിക്കണോ? ഇതേവന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വോയിസ് മെസ്സേജ് ഇട്ടല്ലോ. സാർ സാർ അത് വേണ്ട. ഹലോ സാർ. ഹലോ സാർ. ഹലോ ഹലോ സാർ. ഹലോ സാർ, ഞാൻ ഷൈനാണ്. ഞാൻ ഫോട്ടോയും ബയോട്ടയും ഇട്ടുണ്ടായിരുന്നു. താങ്കളുടെ ആ പ്രൊജക്റ്റിലേക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്തോ സാർ? അതിനുവേണ്ടി നിങ്ങളുടെ വർക്കില് അഭിനയിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വിളിച്ചാൻ പന്നെ. സോറി ഏട്ടാ,
ഞാൻ നിങ്ങളെ കള്ളുടിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഏയ് അതൊന്നുമില്ല, നല്ലൊരു ക്ഷീണം, ഒന്ന് മയങ്ങിപ്പോയി. ആ, നിങ്ങളിവിടെ ഒന്നും കണ്ടിട്ടില്ല, അത് കാരണം വിളിച്ചാട്ടാ. ഈ ഏരിയ അത്ര കണ്ട് ശരിയല്ല. എവിടേക്ക് വന്നതാ? ഞാനേ ഇത്തിരി ദൂരത്തുനിന്നാ, നല്ല ക്ഷീണമായിരുന്നു. രാവിലെ മുതൽ ബസ്സിലിരുന്നിട്ടേ ആ ക്ഷീണത്തിലൊന്ന് മയങ്ങിപ്പോയി. ഞാനിവിടെ അടുത്ത് ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിനുവേണ്ടി വന്നതാ. ഈ ഓഡീഷൻ എന്നൊക്കെ പറയുമ്പോ ഓഡിഷൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടേ. സിനിമ നടനാണോ? ഏതൊക്കെ സിനിമയിലുണ്ട്? ഇവിടെ ഏതാ ഷൂട്ടിങ്? സിനിമ നടനായിട്ടില്ല, അതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഈ പ്രായത്തിലാണോ ഈ സിനിമാ മോഹമൊക്കെ? തനിക്ക് കുറച്ച് നേരത്തെയൊക്കെ തുടങ്ങാറുന്നില്ല ഇത്? ഇപ്പൊ ഈ പ്രായമൊക്കെ ആയിട്ട് അന്നൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു സാഹചര്യവും സമയമൊക്കെ ശരിയായത്. താൻ എന്തായാലും തുടങ്ങിയില്ലടോ, അതെന്തായാലും നന്നായി. താനിത് എന്തായാലും ആഗ്രഹിക്കണമെങ്കിൽ താനവിടെ എത്തിടോ. ദൈവം എന്തായാലും ഒരു വഴി കാട്ടിത്തരും. ആവൂലേ? ഞാനാവും. ഹലോ, താന്റെ സിനിമ കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമോ? അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവണോ? എവിടുന്ന്? ഇതൊന്നൊരു നടപടിയാവണ കേസല്ല. ആ ഫോണ് കൊണ്ട് വെച്ചേ ചായ കുടിക്കാൻ പറയും. എപ്പോഴും ഫോണില്ല. പോയിട്ടെത്തായി? ആ ഫോണെന്ന് അവിടെ വെച്ചിട്ടാ കടിയെടുത്തിട്ട് കൊണ്ട് കൊണ്ടുവന്ന. അവരെന്താ പറഞ്ഞ? വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? അറിയില്ല. ജോലി ഒഴിവാക്കി പോയതല്ലേ, അവര് വിളിക്കോ? ഇതൊക്കെ നിർത്തിക്കൂടെ ചേട്ടാ ഈ സിനിമ ഭ്രാന്ത്. നമുക്കൊരു ജോലിയില്ലേ, അതുകൊണ്ട് പോയി പോരാൻ. സിനിമ എനിക്കൊരു ജോലിയല്ല, അതെന്റെ ഒരു സ്വപ്നാണ്. കഴിച്ചോ? ഇതിനെ ഒരു കുറവും വരുത്തണ്ട. സ്വപ്നം ഓരോ സിനിമ ഭ്രാന്ത്. സിനിമ നടപടി ഉണ്ടാ? ഇന്ന് ഷൂട്ടിങ്ങിനൊന്നും പോയില്ലേ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടതാ? ഇത്ര ഏജൊക്കെ ആയില്ലേ? എനിക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളൂ. എത്ര വെച്ചിട്ട് പറയേ? ഡയറക്ടർ കുറച്ച് ഫ്രൂട്ട്സാ. പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചു. ഓരോ സിനിമകളായിട്ട് നടക്കുക. ഈ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോന്ന നോക്കട്ടെ. മോനെ എവിടെ കണ്ടില്ലല്ലോ? അവനെ മോനെ അങ്കിള് വന്നിട്ടാ? എന്തേലും മൊബൈലിന് ഞാൻ ഈ പപ്പട പോലെ നിനക്ക് സിനിമാഭ്രാന്തൊന്നും ഇല്ലല്ലോ? പഠിക്കുന്നില്ലേ?
എന്നാ ഞാൻ പോട്ടടി. നീ ഏത് നേരം ഫോണിൽ തന്നെയാ പഠിക്കാനോ പോയിക്കേ? ഹലോ 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 സാർ. ഹലോ, ഷൈൻ അല്ലേ? അതെ, ഷൈനാണ് സാർ. ഇന്നലെ ഓഡിഷൻ വന്നിരുന്നില്ലേ? വന്നിരുന്നു സാർ. നിങ്ങൾ ഈ ഓഡീഷനിൽ സെലക്ട് ആയിട്ടുണ്ടേ. ഓ, താങ്ക് യു സാർ, താങ്ക് യു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. ഷൈൻ, ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഓ സാർ, വാട്സാപ്പ് ഉണ്ട്. ഞാൻ ഈ നമ്പറിലേക്ക് ഒരു QR കോഡ് അയക്കാം. ഓക്കെ സാർ. താങ്കൾ ഒരു 10,000 രൂപ അയക്കണേ. സാർ, 10,000 രൂപയോ? സാർ, പൈസ ഇല്ലാണ്ട് പറ്റില്ല സാർ. താങ്കൾക്ക് താങ്കളുടെ മുഖം ബിഗ് സ്ക്രീനിൽ കാണണമെങ്കിൽ താങ്കൾ പൈസ അയക്കേണ്ടി വരും. പൈസ അയച്ചിട്ട് എന്നെ വിളിക്കണേ. സാർ, സാർ. ഹലോ ഹലോ ഷൈൻ, പൈസ അയച്ചോ? സാർ, പൈസ അയച്ചിട്ടില്ല സാർ. പൈസ ഇല്ലാതെ പറ്റില്ല സാർ. പൈസ ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. സാർ, രാത്രിക്കുള്ളിൽ പൈസ അക്കൗണ്ടിൽ കയറണേ. സാർ. ഹലോ ഹലോ നീ ഇവിടെ ഉണ്ടാ? നീ പഠിത്തം കഴിഞ്ഞിട്ട് എവിടേക്ക് പോണേ? അവളവിടെ ഇല്ലേ? അവള് തിരക്കിലാ, അതുണ്ട്. അവള് പണി തിരക്കിലാവൂല്ലേ? ഞാൻ അന്വേഷിച്ചു പറയട്ടാ. ശരി, പറയാം. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, സിനിമ ഷൂട്ടിങ്. നീ പോണില്ലേ? സിനിമ ഷൂട്ടിങ്ങോ? എവിടെ? നമ്മളുടെ അവിടെയോ? ഒന്ന് പോയി നോക്ക്. എവിടേക്ക് പോണേ? വരുന്നോ? ഇവന്മാര് നമ്മുടെ നാട്ടിൽ പടം പഠിക്കില്ല, ആരോട് ചോദിച്ചിട്ട് നടത്തുന്നത്? കുറെ നേരായാലും ഇവര് പേപ്പർ നോക്കി നിക്കണത്. വല്ലതും നടക്കൂ. നടക്കണ കാര്യം തന്നെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നമ്മുടെ നടൻ. ഇതിലാണോ? ഡയറക്ടർ എവിടെയാ? എനിക്കൊന്നറിയില്ല, ഒരാളോടേക്ക്. ഡയറക്ടർ സാറേ,
ആരാ? എന്റെ പേര് ഷൈൻ. ഡയറക്ടർ സാർ ഒന്ന് കാണണം. ഞാൻ ഡയറക്ടർ. ഓ സാറേ, എനിക്ക് 45 വയസ്സുണ്ട്, 165 സെന്റിമീറ്റർ ഹൈറ്റ്. സാർ എവിടെ നാട്ടുകാരനാണ് സാർ? ഇതൊക്കെ എന്തിനാ താൻ എന്നോട് പറയുന്നു? സാറേ, ഇവിടെ ഷൂട്ടിംഗ് നടക്കണമെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഓടി വന്നതാ. സാറിന്റെ പടത്തില് ഒരു ക്യാരക്ടർ. ക്യാരക്ടർ? എന്ത് ക്യാരക്ടർ? ഇവിടെ ക്യാരക്ടർ ഒന്നും ഇല്ല. സാർ അങ്ങനെ പറയല്ലോ സാർ, സാറിന്റെ പടത്തില് ഒന്ന് അഭിനയിക്കാൻ. എടാ, ഇതൊരു ഷോർട്ട് ഫിലിമാണ്, അല്ലാതെ സിനിമയല്ല. സാർ അത് കുഴപ്പമില്ല സാർ, എനിക്കത് അഭിനയിച്ചാൽ മതി സാർ. വില പഠിച്ചാ പഠിക്കണം സാർ, ഇന്ന് പഠിക്കടാ. സാർ എന്താടോ? എടത് യങ്സ്റ്റേഴ്സിനെ പറ്റി ഷോർട്ട് ഫിലിം അല്ലാത്ത കളവന്മാർക്ക് പറ്റിയതല്ല. താൻ പോയി പ്രായം കുറച്ചിട്ട് വാ, അപ്പൊ നോക്കാം. സാറേ, നാട്ടുകാർക്ക് നോക്കുന്നുണ്ട്, തല കാണിക്കുന്നൊരു വിഷം താ സാർ, പ്ലീസ് സാർ. ചേട്ടാ, ഞങ്ങളിതൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുത് പ്ലീസ്. ചേട്ടാ മാറുന്ന ഷൂട്ട് ചെയ്യാൻ പോയോടെ മാർക്കറ്റാ. ഞാൻ അങ്ങോട്ട് വായോ. നീ ഇതോടെ മടിച്ചില്ലേ കളഞ്ഞ് എന്നാ? ചിലിമാന്നട ചെറിയ പിള്ളേരോടൊക്കെ കളിയാക്കൽ ഒടുങ്ങിയതാ. നിർത്തിക്കൂടത്, അല്ലെങ്കിൽ പോയി ചത്ത പറഞ്ഞ. കഷ്ടം തന്നെ. കഷ്ടപ്പാടൊക്കെ ഒരുപാടുണ്ട്. സാരല്ലടോ, താൻ പരിശ്രമിക്കുന്നില്ലേ? ഇനിയും പരിശ്രമിക്കേ. നമ്മൾ ആരും 500 1000 വർഷമൊന്നും ജീവിക്കാൻ പോണില്ല. നമുക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ തോന്നുന്നത് അത് സന്തോഷത്തോടു കൂടി ചെയ്യുക. താൻ വേറൊരു കാര്യം ആലോചിക്കണ്ട, ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തനിക്ക് കിട്ടാനുള്ളത് 2 മലകൾക്ക് അപ്പുറമാണെങ്കിലും തനിക്കത് കിട്ടിയിരിക്കും. ഹലോ 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 ഹലോ, ഉഷാരനല്ലേ? അതെ സാർ, അതെ സാർ. 3 ഫോട്ടോയും ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഉവ്വ്. അത് നിങ്ങളെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പനും മകനുമായിട്ടുള്ള ഒരു കഥയാണ്. അതിൽ അപ്പനായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ സാർ. അപ്പോ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കും. അപ്പൊ നിങ്ങൾ വരാൻ തയ്യാറായിക്കോളൂ. ഓക്കെ ഓക്കെ സാർ. ഇയാളെവിടെ പോയി?